അങ്ങനെ ഗവി ഫോറസ്റ്റ് സ്റ്റേഷന്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഗവിയിലേക്ക്. പോകുന്ന വഴിക്ക് എന്ത് രസമായിരുന്നറിയോ? കാണാൻ അടിപൊളിയായിരുന്നു. പക്ഷെ ഒരിടത്തും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു. അത് മാത്രമല്ല കൊളയട്ടയുടെ ശല്യം കാരണം ഇറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൊച്ചുപമ്പ എക്കോ ടൂറിസം അതുപോലെ തന്നെ ഗവി എക്കോ ടൂറിസം ഈ രണ്ട് എക്കോ ടൂറിസത്തിലും നമുക്ക് ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിതെല്ലാം കണ്ട് നമ്മൾ വന്നപ്പോഴത്തേ നമ്മുടെ കുരങ്ങന്മാരെയും പിന്നെ അവിടെ നമ്മൾ ഒരു നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങി കയറി വന്നപ്പോഴത്തേനും കാല് നിറച്ച് കുറച്ച് കൊള്ളയട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാട്ടുതാറാവ്, പിന്നെ അവിടുത്തെ പന്നിയുടെ കാര്യമാണ്. കാട്ടുപന്നിയാണ്. കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു അതുവഴി പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ ഫുഡൊക്കെ കൊടുക്കുമായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു മയിലും. സാധാരണ മയിലൊക്കെ പറന്നു പോകേണ്ടതല്ലേ. നമ്മളെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഗവി എന്നുള്ള ഏരിയ, അതായത് ഗവി എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ ശ്രീലങ്കക്കാർ ഒത്തിരി പേര് താമസിക്കുന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ആരും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഗവി ഡാമിലേക്ക് നമ്മൾ കയറി. നമ്മൾ പോകുന്ന വഴിക്ക് പമ്പ ഡാമും കണ്ടു, ഗവി ഡാമും കണ്ടു. ആ പ്രദേശം എന്റെ പൊന്നും അടിപൊളിയായിരുന്നു കേട്ടോ, മഞ്ഞൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേ നമ്മുടെ കൊമ്പനെയും കണ്ടു. എനിക്കൊരാഗ്രഹമായിരുന്നു ഗവി വന്നിട്ട് ആനെങ്കിലും കാണണമെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ റോഡ് നിറച്ച് ഇതുപോലെ ആനപ്പിണ്ടമായിരുന്നു. അപ്പൊ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അണലിക്കുട്ടനെയും കണ്ടു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിമനോഹരമായ അടുത്ത സ്ഥലം കൂടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാറ് വള്ളക്കടവിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഗവി യാത്ര ശുഭം.